നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ കുറച്ച് സ്റ്റിച്ച് മോഡൽസിൻ്റെ ഒരു വീഡിയോയിലോട്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ഒക്കെ വീഡിയോ കാണാനൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് നമ്മളെ ഒരു അമേരിക്കൻ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു ഗെറ്റ് ടുഗദർ ഡിഫറെൻറ്റ് സൈസിൽ ഡിഫറെൻറ്റ് മെറ്റീരിയലിൽ ഡിഫറെൻറ്റ് മോഡൽസ് അവർ നമുക്ക് തന്നൊരു വർക്കാണ്, നമുക്ക് തന്നൊരു വർക്ക്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തതെന്നില്ല, ജസ്റ്റ് ആ പ്രൊഡക്ട്സ് ഒന്ന് എങ്ങനെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് എങ്ങനെ വന്നതെന്നുള്ളത് കാണിച്ചു തരാം. അവർ ജസ്റ്റ് ഒരു മോഡൽ മാത്രം അയച്ചു തന്നു. നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുത്ത് അവർ ഏകദേശം ഒരു രീതിയിൽ അത്രയും ചിലതൊന്നും ആ കളർ വേണ്ട പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് ചെയ്തതാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിക്കാം. അപ്പോൾ അതിൽ അവർ വിട്ട് തന്ന പിക്കും ഇതിലും മോൻ എഡിറ്റ് ചെയ്ത് ചേർക്കും, അത് കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് ഇതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അമ്മ അത് ഞാൻ ആഡ് ചെയ്തോളാം, ഇങ്ങനെ നിൽക്കൊന്നും വേണ്ട, അത് പിക്ക് വന്നോളുന്നു. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് സ്ക്രീനിൽ വന്നിട്ടുണ്ടാവേ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സാരിയാണ്, നമ്മൾ ഡബിൾ ഷെയ്ഡിൽ ഒരു സാരി ചെയ്തു. സാരി ചെയ്യാൻ പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. അത് കട്ട് ചെയ്തെടുത്തു, 5.5 മീറ്ററിൽ കട്ട് ചെയ്തെടുത്തിട്ട് അറ്റത്ത് ഈ ബ്ലൗസിൻ്റെ നെറ്റ് ജസ്റ്റ് ഒന്ന് മുന്താണീൻ്റെ അവിടെ പല്ലുവിൻ്റെ അവിടെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡിൽ ഈ ഒരു സാരി എടുത്തിട്ട് അതിന് ഈ ഒരു ഗ്രേ നെറ്റ് ബ്ലൗസ് ഇതുണ്ടോ, ഇങ്ങനെ നെറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു ബ്ലൗസ് ചെയ്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പീസിൽ വരുന്നത്. ഇങ്ങനെ ബ്ലൗസ് ടക്കൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വരുന്നു. ഈ ബ്ലൗസ് ഷേപ്പിൽ നിൽക്കാനായിട്ട് നമ്മൾ ഈ സൈഡിലാണ് സിബ് കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെ ഈ സൈഡിൽ. അപ്പോൾ നമ്മൾ ഈ നെറ്റ് ഫാബ്രിക്കിലൊക്കെ ഷേപ്പുള്ള ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സൈഡിൽ സിബ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫിറ്റിംഗ് ഒന്നുകൂടെ കറക്റ്റായിരിക്കും. അപ്പോൾ ഇതാണ് ആ ബ്ലൗസിൻ്റെ മോഡൽ ഫസ്റ്റ് വണ്ണ്. ഇത് അങ്ങനെ. ഇനി നമ്പർ 2 എന്ന് പറഞ്ഞ മോഡൽ അതാണ്. അതിൽ അവരേകദേശം പറഞ്ഞത് ഒരു മഡാൽ ചന്തേരിയിൽ ഒരു ലഹരിയ പാറ്റേണിൽ വരുന്ന പിങ്ക് മെറ്റീരിയൽ എടുത്ത് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതിങ്ങനെ കാണിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്തത് കാണിച്ചു തരാം. അതിൽ ഒരു ക്രോപ്പ് ടോപ്പ് പോലെ ഒന്നാണ് ഇന്നറായിട്ട് വരുന്നത്. അത് ഇതാണ്, ഇങ്ങനെ വരും ഒരു ബ്ലൗസ്, ഷോർട്ട് ബ്ലൗസ് പോലെ ഈ ഒരു മെറ്റീരിയലിൽ ഇങ്ങനെ ഒരു ബ്ലൗസ് പോലെ. പിന്നെ ഒരു വ്യത്യസ്തമായൊരു പലാസോ പോലത്തെ ഒരു സംഭവമാണ്. ഇതുണ്ടോ, ഇങ്ങനെ ബോക്സ് പ്ലീറ്റ് ഇട്ടിട്ട് നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഒരു പലാസോ. ഇതുണ്ടോ, താഴ്ഭാഗം ഇങ്ങനെ വരുന്നു. ഈ പലാസോയുടെ ഫ്രണ്ട് നമ്മൾ നോർമൽ പലാസോ പോലെയല്ല, ഇങ്ങനെ വരും ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒരു പലാസോ, ഇങ്ങനെ ഒരു ക്രോപ്പ് ടോപ്പ്, അതിന് കോട്ടായിട്ട് വരുന്നതാണ് ഇത്. ഇങ്ങനെ വരും. ഇതുണ്ടോ, കോട്ടനാണ് നമ്മൾ സ്ലീവ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ 3/4 സ്ലീവ് വരും. ജസ്റ്റ് ആ മൊഡാൽ ചന്തേരി ഫാബ്രിക്കിൽ ഇങ്ങനെ കോട്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു സെറ്റ്, സെക്കൻഡ് വൺ. പിന്നെ അടുത്തത് അതിൽ തേർഡ് വരുന്നത്, തേർഡ് അവർ തന്നിരിക്കുന്ന ഡിസൈനാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അതിൽ ഈ നമ്മുടെ ബുട്ട ജോർജറ്റ് കൊണ്ട് നല്ല ലൂസ് പലാസോ ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് കാര്യങ്ങൾ ഡീറ്റെയിൽ ഇതുപോലെയൊക്കെ തയ്ക്കണമെങ്കിൽ അതൊക്കെ കസ്റ്റമർ കെയറായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ അതൊന്നും ഞാൻ പെട്ടെന്ന് ഇതിപ്പോൾ ഇന്ന് അയക്കേണ്ട സംഭവമാണ്. നമ്മൾ ഇത് US-ലേട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെ ഇൻ്റർനാഷണൽ ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിനൊരു ഷോർട്ട് കുർത്തി പോലെ ജോർജറ്റിൽ ഇങ്ങനെ. അപ്പോൾ ഷോർട്ട് കുർത്തി, ഒരു പലാസോ, അതിന് ചെറിയൊരു ദുപ്പട്ട ഉണ്ടാക്കാൻ പറഞ്ഞു. ജസ്റ്റ് ഒരു സ്റ്റോൾ പോലെ കുറച്ച് ലെങ്തിയിൽ അങ്ങനെ ഒരു ദുപ്പട്ട പോലെ ചെയ്തു. അത് ഇനി അതിൽ നെക്സ്റ്റ് നമ്പർ 4 വരുന്നത് അവരൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ വൈറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ കോട്ടൺ ബുട്ട ഫാബ്രിക്കിൽ ഇങ്ങനെ ഉണ്ടോ. ഇതിന് അത്യാവശ്യം ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു എയർലൈൻ ടോപ്പ് ഇങ്ങനെ ഉണ്ടോ, 3 പീസ് കട്ടിങ്ങാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും. എന്നിട്ട് അതിന് യോക്ക് നമ്മൾ ഒരു ഹക്കോബ കൊടുത്തു, ഇങ്ങനെ വരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഷേപ്പിൽ നിൽക്കും. ഫ്ലെയറും ഉണ്ട്, കോട്ടൺ ബുട്ട ഫാബ്രിക്. ഇതിന് നമ്മൾ ബ്ലൗസ് പീസ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് 100 റുപ്പീസ് വരുന്നൊരു മെറ്റീരിയൽ. അതിന് നമ്മൾ ഇങ്ങനെ ഒരു ബോട്ടം വന്നേക്കുന്നത്, ഒരു ലൂസ് പലാസോ ടൈപ്പാണ് ബോട്ടം അവർ പറഞ്ഞത്. നമ്മൾ ഈ കാന്ത മെറ്റീരിയലിൽ ബോട്ടം കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റായിട്ട് ഇത് നമ്പർ 4. ഇനി നമ്പർ 5 ഒരു പിങ്ക് ആൻഡ് ഒലിവ് ഗ്രീൻ കോമ്പിനേഷനാണ് പറഞ്ഞത്. അപ്പോൾ പിങ്ക് നോക്കുമ്പോൾ ഒരു എക്സാക്ട് പിങ്ക് കറക്റ്റ് അല്ല. അപ്പോൾ ഇതിലൊരു പിങ്കിഷ് പീച്ച് പറഞ്ഞൊരു മെറ്റീരിയൽ, നമ്മൾ ആ ലൂറക്സ് ലൈൻസ് വരുന്ന മെറ്റീരിയലില്ലേ, ഒരു ലോങ് കുർത്തി ആൻഡ് സ്കേർട്ടാണ് പറഞ്ഞത്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ കോളർ നെക്ക് വെച്ചിട്ട് ഒരു ലോങ് കുർത്തി ചെയ്തു. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ ഈ മോഡലുകളൊക്കെ ഉപകാരപ്പെടും. ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന മോഡലുകൾ തന്നെ. അപ്പോൾ നമ്മൾ ഓരോ നമ്മൾ കാണുന്ന മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴുള്ള ഓരോരോ മാറ്റങ്ങൾ കണ്ടോ. ഇത് കണ്ടോ, ഇതിങ്ങനെ സ്ലീവിന് ഒരു ഫ്ലാപ്പൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അതിന് സ്കേർട്ട് ചെയ്തിട്ട് ഒലിവ് ഗ്രീനിൽ ഈ ഒരു സ്കേർട്ട്, ഒരു അത്യാവശ്യം നോർമൽ ഫ്ലെയറിലുള്ളൊരു സ്കേർട്ട് ഇങ്ങനെ വന്നു. അതിൻ്റെ താഴെ ഈ ഒരു മെറ്റീരിയൽ കൊണ്ടൊരു പടി പോലെ കൊടുക്കാൻ പറഞ്ഞിരുന്നു, അതങ്ങനെ കൊടുത്തു. അപ്പോൾ അതായിരുന്നു അത്. ഇനി നെക്സ്റ്റ് വൺ നമ്പർ 6. നമ്പർ 6 ഒരു ഹക്കോബ ഒരു
ഞാൻ ടോപ്പിൻ്റെ മോഡൽ കാണിച്ചു തരാം. ഒപ്പം ഒരു പ്രിൻറ്റഡ് ബോട്ടമാണ് പറഞ്ഞത്. ഇത് കണ്ടോ, ഹക്കോബയിൽ അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ട്, നല്ല ഈ സ്ലിറ്റ് സെൻറ്റർ സ്ലിറ്റ് നന്നായിട്ട് കയറി നിൽക്കുന്ന പോലെ, നല്ല കയറി നിൽക്കുന്ന നല്ല മോഡൽ നിങ്ങൾ കണ്ടില്ലേ അതുപോലെ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തു. ക്ലിയർ അല്ലേ മോഡൽ? ഇങ്ങനെ അത് ഇവിടെ മുഴുവൻ പോട്ടലി ബട്ടൺ, നമ്മുടെ സ്പോഞ്ച് ബട്ടൺ ഇങ്ങനെ വെച്ച് ഇങ്ങനെ. അപ്പോൾ ഇവിടെ സൈഡ് സ്ലിറ്റ് ഇല്ലാതെ നല്ല ഫ്ലെയറിൽ ഇങ്ങനെ ഹക്കോബയുടെ ഒരു ടോപ്പ്. കോളർ നെക്കാണ്, സ്ലീവ് അങ്ങനെ നോർമൽ ഒരു സ്ലീവ്. അതിന് ഒരു ഫ്ലോറൽ ബോട്ടമാണ് പറഞ്ഞത്, ഒരു സിഗരറ്റ് ബോട്ടം ഇങ്ങനെ എടുത്തു ഇങ്ങനെ. അപ്പോൾ അതിന് ഓരോന്ന് ചെറുത് എസ് എം അങ്ങനെ ഓരോ സൈസ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ചെയ്തു. ഇനി നമ്പർ 7 ഒരു ലാവൻഡർ കളറിൽ നെറ്റിൽ എന്തെങ്കിലും ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ നെറ്റിൽ കണ്ടോ, ഇത് ഡബിൾ ക്രോസ് എടുത്തിരിക്കുന്നത് കേട്ടോ. നോർമൽ ക്രോസ് നമുക്ക് 3.5 മീറ്ററിൽ കിട്ടും. ഇത് 5.5 മീറ്ററോളം മെറ്റീരിയൽ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഡബിൾ ക്രോസ് കിട്ടുന്നത്. ഡബിൾ ക്രോസിൽ ഈ നെറ്റ് എടുത്തിട്ട് സ്കേർട്ട്, അതിന് നമ്മൾ ഇന്നർ പോലെ കൊടുത്തത് ഞാനൊരു സിൽക്ക് ഫാബ്രിക് കുറച്ച് മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു, ആ ഫാബ്രിക് കൊടുത്തു 150 റുപ്പീസിൻ്റെ. അപ്പോൾ അതിനൊന്നുകൂടി ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതങ്ങനെ കൊടുത്തു ഇങ്ങനെ. അപ്പോൾ അത് സ്കേർട്ട്. അതിന് ആ ഫോട്ടോയിൽ കണ്ട ബ്ലൗസില്ലേ അതിൻ്റെ മോഡൽ ഇങ്ങനെ ബ്ലൗസിന് കൂടെ ഒരു കേപ്പ് പോലെ ഇങ്ങനെ നിൽക്കും. അത് ഈ സ്ലീവ് ഇല്ല ബ്ലൗസ്, ഇത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഈ കേപ്പാണ് സ്ലീവിൻ്റെ അങ്ങോട്ട് നമുക്ക് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മോഡൽ വരുന്നത്. ഈ ബ്ലൗസ് ഇങ്ങനെ ഫ്രണ്ടും ബാക്കും ഈ കേപ്പ് പോലെ നിൽക്കും ഇങ്ങനെ ബ്ലൗസിൻ്റെ പാറ്റേൺ. ഇതിന് നമ്മൾ ഇങ്ങനെ സൈഡിൽ സിബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഷേപ്പ് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് എസ് സൈസിലാണ് ഈ ബ്ലൗസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ചെറിയൊരു ദുപ്പട്ട, ഇതേ നെറ്റിൽ ഒരു ദുപ്പട്ട വേണമെന്ന് പറഞ്ഞിരുന്നു, അതങ്ങനെ. അപ്പോൾ അതായിരുന്നു നമ്പർ 7. നമ്പർ 8 ഒരു മോഡൽ തന്നിട്ട് അതിൽ ഏതെങ്കിലും ഡിഫറെൻറ്റ് കളറിൽ ഡിഫറെൻറ്റ് മെറ്റീരിയൽ ചെയ്യാൻ പറഞ്ഞു. ഒന്നൊരു ബാന്തിനി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്പർ 8 നമ്മൾ ഒരു കോട്ട് ആൻഡ് ഇന്നർ ടൈപ്പാണത്. നമ്പർ 8 ഈ കോട്ട് നമ്മൾ ഈ ജോർജറ്റിൽ വരുന്ന ഒരു വർക്കുള്ള ടൈപ്പ് മെറ്റീരിയൽ ജോർജറ്റ് കാണിച്ചില്ലേ, അതിലിങ്ങനെ ഒരു കോട്ട് പോലെ ചെയ്തു. മീൻസ് ഇങ്ങനെ വരും, അത് ഒരു സ്ലിറ്റഡ് കോട്ട്, സെൻറ്റർ സ്ലിറ്റ് അത്രത്തോളം വരും. പിന്നെ ബുട്ട ജോർജറ്റിൽ ഒരു സ്ലീവ്ലെസ് ഇന്നർ, ഇത് കണ്ടോ ഇങ്ങനെ. അപ്പം നമുക്ക് ചെയ്യാൻ ഫ്രീഡം തന്നിട്ടുള്ളൊരു വർക്കായിരുന്നു ഇത്. അപ്പോൾ അതിൽ ഇങ്ങനെ വെച്ചിട്ട് ഇന്നർ ആൻഡ് കോട്ട് പോലെ ഇങ്ങനെ വരും. ഇത് നമ്പർ 8 ഒരു പീസ്, ഒരു സെറ്റ് ഇങ്ങനെ. ഇനി ഒരെണ്ണം വേറെ വ്യത്യസ്തമായിട്ട് വേറെ ഒന്നിൽ ചെയ്യാൻ പറഞ്ഞു. അതിൽ ബാന്തിനിയുടെ ഒരു പർപ്പിൾ വരണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ബാന്തിനിയുടെ പർപ്പിളിൽ ഇങ്ങനെ, ഇത് നമ്മൾ L സൈസിലാണ് ചെയ്തത്. ഇത് കണ്ടോ ഇങ്ങനെ പർപ്പിളിൽ ഇങ്ങനെ ബാന്തിനിയിൽ ചെയ്തു. ഇന്നർ അല്ല ഇത് കോട്ട്, അതിൻ്റെ ഇന്നർ ഇങ്ങനെ വരും. ഈ ജോർജറ്റിൽ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ. അപ്പോൾ കോട്ട് ആൻഡ് ഇന്നർ അങ്ങനെ വന്നിട്ട് ഇത് നമ്പർ 8. ഇനി നമ്പർ 9 ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വേണം, ജോർജറ്റിൽ വേണം, ഒരു കുർത്തി പലാസോ ആ ഒരു ടൈപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുർത്തി അത്യാവശ്യം എന്തെങ്കിലും ത്രെഡ് വർക്കുള്ളൊരു മെറ്റീരിയൽ അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ അടുത്ത് ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ പേസ്റ്റൽ ഷെയ്ഡിൽ ഇങ്ങനെ ഒരു കുർത്തി ചെയ്തു. കുർത്തി എ ലൈനാണ്, എ ലൈൻ കുർത്തി ഇങ്ങനെ ചെയ്തിട്ട് നമ്പർ 9. പിന്നെ പലാസോ കണ്ടോ, നമ്മൾ ജോർജറ്റിൽ നമ്മൾ ഡയമണ്ട് ജോർജറ്റ് പലാസോ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇത് കണ്ടോ ഇങ്ങനെ പലാസോ, ലൂസ് പലാസോ ഇങ്ങനെ ചെയ്തു. എന്നിട്ട് അതിൽ ദുപ്പട്ടയുടെ നമ്മൾ ഇങ്ങനെ 4 സൈഡിൽ ഈ പീസ് വെച്ചു, ടോപ്പിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ വെച്ചു. ഇന്നിപ്പോൾ ഷോപ്പിലെ തിരക്കുകൾക്കിടയിൽ ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ട് ചെയ്താണ് വീഡിയോയുടെ സ്ഥലമൊക്കെ മാറിയേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്പർ 9 കഴിഞ്ഞു. ഇനി നമ്പർ 10. നമ്പർ 10 കാണുന്നത് ഒരു ക്രോപ്പ് ടോപ്പ് പോലെ, ഇതുണ്ടോ ഒരു ക്രോപ്പ് ടോപ്പ് ഒരു ഷോർട്ട് ബ്ലൗസ് എന്നൊക്കെ പറയാം, ലോങ് ബ്ലൗസ് എന്നൊക്കെ പറയാവുന്ന സംഭവം ഇങ്ങനെ വരും. ഇത് അതിൻ്റെ കൂടെ ഒരു നല്ല ഫ്ലെയറിലുള്ള ഒരു പലാസോ ഇക്കത്ത് മെറ്റീരിയൽ, ഇത് കണ്ടോ ഇങ്ങനെ ഡബിൾ നല്ല ക്രോസിലെടുത്തിരിക്കുന്ന മെറ്റീരിയൽ, നല്ല ഫ്ലെയറിലാണ് ഈ പലാസോ വരുന്നത്, ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ ഒരു പലാസോയും സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പും. അതായിരുന്നു നമ്മളെ 10 മെറ്റീരിയൽ. ഇതിലിനി ഇപ്പോൾ ഇവർക്ക് അർജൻറ്റ് ആയതുകൊണ്ട് ഒരു 10 ആൾക്കാരിട്ട് ഒരു 20 പേർക്കാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഈ ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 10 പേർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് ഇത്ര സെറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ട് DHL-ലാണ് ഇപ്പോൾ നമ്മൾ അയക്കുന്നത്. ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. DHL, അരാമെക്സ് അങ്ങനെ പല പല കമ്പനികളുണ്ട്. DHL ആകുമ്പോൾ കമ്പാരിറ്റീവ്ലി റേറ്റ് കൂടുതലാണ്, പക്ഷെ പെട്ടെന്ന് അവിടെ കിട്ടും. അപ്പോൾ എമർജൻസി ആയിട്ട് വേണ്ടവർ ഇങ്ങനത്തെ ഇതിൽ, അപ്പോൾ ഷിപ്പിംഗ് ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഡീറ്റെയിൽസ് അയച്ചു തരും. പക്ഷേ ഗൾഫ് കൺട്രീസിലേക്ക് നമ്മൾ ഇപ്പോൾ അർജൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇന്ത്യ പോസ്റ്റ്
വഴി അയക്കാൻ പറ്റും. അത് സ്പീഡ് പോസ്റ്റായിട്ട് രജിസ്റ്റേർഡ് പോസ്റ്റൊക്കെ ആയിട്ട് അയക്കാൻ പറ്റും. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ ഷിപ്പ് നമ്മൾ ഇന്ത്യക്കകത്തുനിന്ന് പോലെ അല്ല, എന്നാലും റേറ്റ് ഉണ്ടാവും. ഷിപ്പിംഗ് ചാർജ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ പക്ഷേ കുറച്ചുകൂടെ സമയം എടുക്കും. പിന്നെ ഈ US-ലോട്ട് തന്നെ നമുക്ക് ഇന്ത്യ പോസ്റ്റ് വഴി അയക്കാൻ പറ്റും. അപ്പോഴും കുറച്ച് സമയം എടുക്കും. പക്ഷേ എമർജൻസി വേണ്ടവർ DHL അല്ലെങ്കിൽ പിന്നെ അരാമാക്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് കുറച്ചുകൂടെ സമയം എടുക്കും, കുറച്ചുകൂടെ റേറ്റ് കുറവുണ്ട്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇത്രയും ഇങ്ങനൊരു വർക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.